അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും പാലും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. സാധാരണ നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ, കുടിക്കാൻ നല്ല രുചിയുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ആ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചൗവരി എടുത്തിട്ടുണ്ട്. ചൗവരി നമ്മൾ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്ത ചൗവരിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച കുത്തലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത്. തീയൊന്ന് കുറച്ചിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇവിടെ ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഈ ഒരു കുക്കറിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ചൗവരി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൗവരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ആ ചൗവരി ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഒരു 2 വിസിൽ മതി കേട്ടോ. 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ചൗവരി നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു 2 വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ പോയപ്പോഴത്തേക്കും ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ചൗവരി ആണെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്നും ഊറ്റി കളയണ്ട കേട്ടോ. ഈ ഒരു പായസത്തിൽ ഞാൻ ശർക്കര ഉരുക്കിയാണ് കേട്ടോ ഒഴിക്കുന്നത്, പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിൽ ടേസ്റ്റ് കൂടുതൽ ശർക്കര ഉരുക്കി ഒഴിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 250 ഗ്രാം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ശർക്കരയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ഉരുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ശർക്കര ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു പാല് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/4 കപ്പ് പാല് ഞാൻ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഒരു 6 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളൊന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടിയുടെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഗോതമ്പ് പൊടിയുടെ ഒരു മിക്സും കൂടെ ചേർത്ത് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചൗവരിയുടെ ഒരു വേവിച്ച വെള്ളം നമ്മൾ ഊറ്റിക്കളയണ്ട കേട്ടോ. ആ ഒരു വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ചൗവരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചെറിയതായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. ഏകദേശം നമ്മൾ പായസമൊക്കെ കുടിക്കുന്ന ഒരു കട്ടിയില്ല, ഒരു കട്ടിക്ക് നമ്മളൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. കൈവിടാതെ നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുന്നതാണ്. ഒരുപാട് കുറുകി പോകരുത് കേട്ടോ. ചെറിയതായിട്ട് നമ്മൾ പായസമൊക്കെ കുടിക്കുന്ന ഒരു കട്ടിക്കൊന്ന് കുറുക്കിയിട്ട് എടുത്താൽ മതി. ഏകദേശം ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു മധുരം നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്.
ഏകദേശം തന്നെ നമുക്കിതൊന്ന് കുറുകി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, അത്യാവശ്യം ഇതൊന്നും ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് ഞാൻ അങ്ങ് എടുത്ത് മാറ്റാണ്. ഇനി ഈ ഒരു നെയ്യിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്ന് വറുത്തിട്ടെടുക്കുകയാണ്. കാഷ്യൂനട്ട് ഒരു പകുതി ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. പായസം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതുപോലെ വറുത്തെടുത്തിരിക്കുന്ന ഈ ഒരു തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ഞാനിത് ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ആ ഗോതമ്പിൻ്റെ കുത്തലോ മണമോ ഒന്നും ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ചവ്വരിയും കൂടെ നമ്മളിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് പണിയൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.